വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നമ്മുടെ 5B ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യണത്. 5B ക്ലാസ്സിലല്ല, 5ാം ക്ലാസ്സിലെ 5B എന്ന് പറഞ്ഞ് 5B ആയിപ്പോയാണ്. 5ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യണത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുപാട് നമ്മളൊന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. ആൻസർ ഒന്നും ഞാൻ അധികം ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഹിൻറ്റ് മാത്രം പറയാം. ക്വസ്റ്റ്യൻ പരിചയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികം സംസാരിക്കേണ്ട, നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്. ഒരു ത്രികോണമൊക്കെ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സ്ക്വയറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഭംഗിയായിട്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ സമയം പുലർച്ചയായിട്ടുണ്ട്, 12 കാലമായിട്ടുണ്ട്. പുലർച്ചെ 12 കാലമായിട്ടുണ്ട്. അപ്പോൾ അത്രയും എനർജറ്റിക്കോടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അതേ എനർജിയോടുകൂടി നിങ്ങളിത് പഠിക്കണം. എനർജറ്റിക്കോടുകൂടി എന്ന് പറയണ്ട. എനർജറ്റിക് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഫ്രേസ് ആയല്ലോ. അത്രയും എനർജിയോടുകൂടിയാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്രയും എനർജി തന്നെ നിങ്ങളും ഇത് ഇരുന്ന് പഠിക്കണം. മനസ്സിലായല്ലോ? അതിശക്തമാണ് നമ്മുടെ രീതി. ഒന്നില്ല, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അതിശക്തം പറഞ്ഞേ. അങ്ങനെ വേണം പഠിക്കാൻ. എളുപ്പമുള്ള ചോദ്യമാണ്, വായിച്ചു നോക്കാം. How many squares with sides of 1 centimeter can be arranged in a single inside this rectangle? ഈ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് 1 സെൻറ്റിമീറ്ററുള്ള എത്ര സ്ക്വയറിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇവിടെ കുറേ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ സ്ക്വയറൊക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിന് മുന്നേ ഒറ്റ മിനിറ്റ് ഞാനിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ടാപ്പ് എഡിറ്റ് നിങ്ങൾക്കൊന്ന് ഓണാക്കി തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം എൻ്റെ പെണ്ണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. ഓക്കെ, ഇപ്പോൾ ഞാൻ എവിടെ ടച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു റൗണ്ടിൽ കാണാൻ പറ്റും. ഓക്കെ, എന്തോ ആവട്ടെ. ഇവിടെ ഓൾറെഡി കുറച്ച് സ്ക്വയർ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സ്, എത്ര സ്ക്വയർ കൊള്ളുന്ന ചോദിച്ചത്. 1 സെൻറ്റിമീറ്റർ ഉള്ള എത്ര സ്ക്വയർ കൊള്ളും ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ, ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് അതുപോലുള്ള എത്ര സ്ക്വയേഴ്സിനെ കൊള്ളുമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വളരെ എളുപ്പമാണ്, കൂടുതലൊന്നും പറയാനില്ല. ഇത് നിങ്ങൾ നീട്ടി വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് കിട്ടൂലേ. ഇത് ഇവിടെ ഇങ്ങനെ വരച്ചു നോക്കിയാൽ മതി. പരിപാടി എത്ര പെട്ടെന്നാണ് കഴിയണേ. അതേപോലെ തന്നെ താഴോട്ടും വരച്ചു നോക്കിയാൽ മതി. ഞാൻ വരച്ചെന്തൊരു ഭംഗിയില്ലാത്ത. അപ്പം നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 എണ്ണം ഇവിടെ നമുക്ക് കൊള്ളിക്കാൻ പറ്റും. ഇതെല്ലാം എളുപ്പം ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങോട്ടേക്ക് എത്രയാണ്? 1 2 3 4 5. അപ്പോൾ ഇങ്ങോട്ടേക്ക് 5 സെൻറ്റിമീറ്റർ അല്ലേ. ഈ ലെങ്ത് അല്ലേ, ഈ ലെങ്ത് 5 സെൻറ്റിമീറ്റർ അല്ലേ. ഈ ലെങ്ത് എത്രയാണ് നോക്ക്, 1 2 3 4. അപ്പോൾ ടോട്ടൽ 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 4 ഗുണിക്കണം 5, 4 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണല്ലേ. അപ്പോൾ 20 എത്ര കൊള്ളും? സ്ക്വയേഴ്സ് കൊള്ളും. 20 സ്ക്വയേഴ്സ് കൊള്ളും. 20 സ്ക്വയേഴ്സ് മാത്രമല്ല, ഇതിനെ യൂണിറ്റ് സ്ക്വയേഴ്സ് എന്ന് കൂടി പറയും. യൂണിറ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ സൈഡും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിൻ്റെ ഒപ്പം പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഏരിയ എന്ന് പറയുന്ന ഭാഗത്ത് വന്ന ചോദ്യമാണ്, പഠിക്കണം. ഏരിയ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്കാണ്, റൗണ്ട് ചെയ്ത് വെച്ചോളൂ. ഏരിയ. എൻ്റെ തലയാണോ നിങ്ങൾ കാണുന്നത്? ഇവിടെ എഴുതാം ഏരിയ. ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അത് പഠിച്ചോണം. ഏരിയയുടെ മുഴുവൻ ഇക്വേഷനും ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, ലെങ്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ വിഡ്ത്ത്, വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത്. ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചോണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഏരിയയുടെ നോട്ട് എടുത്ത് നോക്കിയാൽ മതി, കാര്യങ്ങൾ ഗംഭീരമായിട്ട് നടക്കും. ഇത് വെച്ചിട്ട് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൂ, വേറെ ഒന്നും അത്ഭുതങ്ങൾ സംഭവിക്കാനില്ല. ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാം. നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഏരിയ തന്നെയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടുപിടിച്ചത്, ഈ ഫിഗറിൽ കണ്ടുപിടിച്ചത് യൂണിറ്റ് സ്ക്വയേഴ്സ് അല്ലേ. എല്ലാത്തിനും സൈഡ് 1 അല്ലേ. അപ്പോൾ എത്ര യൂണിറ്റ് സ്ക്വയർ കൊള്ളുമെന്ന് പറഞ്ഞു?
20 യൂണിറ്റ് സ്ക്വയർ ഒന്ന് കൊള്ളുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയയും എത്ര തന്നെ ആയിരിക്കും? 20 തന്നെ ആയിരിക്കും. ഓക്കെ, അതും കൂടി അവിടെ മനസ്സിലാക്കി വെച്ചോ. നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയേഴ്സ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ഗിവൺ റെക്റ്റാങ്കിൾ എന്ന് എഴുതി തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ? കണ്ടോ, മാർക്ക് വരുന്ന കണ്ടോ, എത്രയാണ് ഏരിയ? ലെങ്ത്ത് നിങ്ങൾ നോക്കിയാൽ ലെങ്ത്ത് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്തിൻ്റെ വിടുത്താണ്. ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് ഇതല്ലേ ലെങ്ത്ത് 5. വിടുത്ത് എത്രയാണ്? ഓൾറെഡി പറഞ്ഞു 4. 4 5 × 4 20 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞേ? 1 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയയുടെ യൂണിറ്റ് പഠിച്ചോണം. ലെങ്ത്തും വിടുത്തും സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ മേലൊരു 2 ഇടണം. ഇതൊക്കെ പഠിപ്പിച്ചാണ് ക്ലാസ്സിൽ, നോട്ടിലുണ്ടാവും, എടുത്ത് നോക്കുക. ഓക്കെ, സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? അത് പറയേണ്ട കാര്യമില്ലല്ലോ, ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത്ത് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ? പെരിമീറ്റർ പഠിക്കണം. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × L + W ആണ്. പഠിച്ചോണേ, പഠിക്കാത്തവർ പഠിച്ചോണേ. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × L + W ആണ്. 2 × ലെങ്ത്ത് എത്രയാണ്? 5 പ്ലസ് വിഡ്ത്ത് എത്രയാണ്? 4 ഈക്വൽ ടു 2 × 5 + 4 എത്രയാണ്? 9. 2 × 9 എത്രയാണ്? 18 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ എന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും കൂടി കൂട്ടുക എന്നാണ് അർത്ഥം. പെരിമീറ്റർ എന്ന് വെച്ചാൽ അപ്പോൾ ഈ എല്ലാ വശങ്ങളും കൂട്ടി നോക്കിയാൽ മതി. ഈ റെക്റ്റാങ്കിളിൻ്റെ ഇവിടെ താഴെ എത്രയാണ്? 5 ആണ്. ഇവിടെ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 4 ആയിരിക്കും. 5 × 4 9. 9 × 4 എത്രയാണ്? 13. 13 × 5 എത്രയാണ്? 18. അതാണ് നമുക്കിവിടെ 18 ആൻസർ ആയിട്ട് കിട്ടുന്നത്. അത് നല്ല ഏരിയ എന്ന് പറയുന്നത് അതിശക്തമായ ചാപ്റ്ററാണ്. അത് പഠിച്ചോണം. പഠിച്ച് തുടച്ചിട്ട് വരുള്ളൂ. ഒരു തരി ബാക്കി വയ്ക്കരുത് ഏരിയയിൽ. കാരണം ഏരിയ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് സുഖമായിട്ടെങ്കിൽ പോരും. അപ്പോൾ ആ രീതിക്ക് വേണം ഏരിയ പഠിക്കാൻ. മനസ്സിലായല്ലോ? അതിശക്തം. ആ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചോളാം. ഞാനിപ്പം പറഞ്ഞ ഈ ഇക്വേഷൻസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. യൂണിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സെൻറ്റിമീറ്റർ സ്ക്വയർ. എല്ലാം മീറ്ററിലാണെങ്കിൽ അത് മീറ്റർ സ്ക്വയർ എന്നായിട്ട് മാറും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇതെന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പഠിച്ചോണേ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദ നമ്പർ 3624 ഡിവൈഡഡ് ബൈ ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. താഴെ പറയുന്ന ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം. ആ നമ്പർ കൊണ്ട് ഈ നമ്പറിനെ ഹരിച്ചാൽ റിമൈൻഡർ എത്ര വരും എന്നാണ് ചോദ്യം. എല്ലാ സ്ഥലത്തും റിമൈൻഡറാണ് ചോദിച്ചിരിക്കണം. ശ്രദ്ധിച്ച് ചെയ്യണം. നോക്കാം. ഈ നമ്പറിനെ 10 കൊണ്ട് ഹരിക്കുകയാണ്. ഇത് നമ്മുടെ ചാപ്റ്ററിൽ ഡിവിസിബിലിറ്റി റൂൾ പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചാപ്റ്ററിൻ്റെ പേര് ഞാൻ മറന്നു, അതിൽ നോക്കിയാൽ മതി. 10 കൊണ്ട് ഹരിക്കുമ്പോൾ എപ്പോഴും എന്താ ബാക്കി വരിക? 10 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 0 ആയിരിക്കണ്ടേ, എങ്കിൽ മാത്രമല്ലേ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അവസാനത്തെ ഡിജിറ്റ് 0 അല്ല, 4 ആണ്. അതായത് 3620 ആണെങ്കിൽ 10 കൊണ്ട് സുഖമായിട്ട് ഹരിക്കാൻ പറ്റും. 322 എന്ന ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ 3624 ആയിപ്പോയി, ഇവിടെ 4 ആയിപ്പോയി. അപ്പോൾ എത്ര അധികം വന്നേ? 4. അതായിരിക്കും അവിടുത്തെ റിമൈൻഡർ. അപ്പോൾ റിമൈൻഡർ ഇസ് ഈക്വൽ ടു 4 ആയിരിക്കും. രണ്ടാമത്തെ നോക്കാം. ഡിവൈഡ് ബൈ 5 5 കൊണ്ട് ഹരിക്കണമെങ്കിൽ, 5 കൊണ്ട് ഹരിക്കണം പറ്റണമെങ്കിൽ ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ ഒന്നിക്കിൽ 0 വരണം, അല്ലെങ്കിൽ 5 വരണം. എങ്കിൽ മാത്രമേ 5 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ 3624 വൺസിൻ്റെ പ്ലേസിൽ ആരാ ഉള്ളത്? 4 അല്ലേ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ വരണമായിരുന്നു മക്കളെ? 20 വരണമായിരുന്നു അല്ലേ? 20 നിങ്ങൾ നോക്കിയേ, 3620 വന്നതെങ്കിൽ അതിനെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ താഴെ ഹരിച്ചു നോക്കിയാൽ മതി. 3620 ഹരിക്കണം 5. 3 പോലെ 36 എത്ര തവണ പോകും? 5 6 36 36 ആയി പോയില്ലേ?
7 5 35 ഇപ്പോൾ 7 തവണ 7 5 35 1 ബാലൻസ് 12 എത്ര തവണ പോകും 2 തവണ പോകും 5 2 10 2 ബാലൻസ് 20 എത്ര തവണ 4 തവണ 14 20 റിമൈൻഡർ 0. ഇപ്പോൾ 724 ആൻസർ കിട്ടും. പക്ഷേ 3620 അല്ലല്ലോ ഇവിടെയുള്ള 3624 അല്ലേ. അപ്പോൾ 4 അല്ലേ എക്സ്ട്രാ വന്നേ, 4 അല്ലേ എക്സ്ട്രാ വന്നേ. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കും? റിമൈൻഡർ ഈസ് ഈക്വൽ ടു, ഇവിടെ വേറെ മഷിയിൽ എഴുതാം, റിമൈൻഡർ ഈസ് ഈക്വൽ ടു 4 തന്നെയായിരിക്കും. കാരണം അത് അധികമായിട്ട് വന്നല്ലോ. ഇവിടെ റിമൈൻഡർ 4, ഇവിടെ റിമൈൻഡർ 4 തന്നെയായിരിക്കും. 4 അധികം വരുന്നത്. വാട്ട് ഈസ് ദ റിമൈൻഡർ? എയും ബിയും കഴിഞ്ഞു. സി നോക്കാം. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 2? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഉണ്ടാവുമോ? ഇത് ഈവൺ നമ്പർ അല്ലേ. 3624 എന്ന് പറയുന്നത് ഈവൺ ആണ്. ഈവൺ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. കാരണം ഇരട്ട സംഖ്യയല്ലേ, റിമൈൻഡർ 0 ആയിരിക്കും. എല്ലാ ഇരട്ട സംഖ്യയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. മനസ്സിലായോ? കാരണം ഈവൺ നമ്പേഴ്സിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 4, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. താഴോട്ടേക്ക് എഴുതാം. 3624. ലാസ്റ്റുള്ള 2 ഡിജിറ്റ് നോക്കിയാൽ മതി. ഈ ലാസ്റ്റുള്ള 2 ഡിജിറ്റ് 24 ലാസ്റ്റുള്ള 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി, എന്നാൽ എളുപ്പം കഴിയും. ലാസ്റ്റുള്ള 2 നമ്പർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ 24 ലാസ്റ്റുള്ള 2 ആൾക്കാർ. 24 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 1 4 4 2 4 8 3 4 12 എന്നെല്ലാം പറ്റി പഠിക്കുന്നില്ലേ? അതിൽ 4 4 16 4 20 6 4 24. അപ്പോൾ 24 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൈഡിൽ ഇതെല്ലാം ഹരിച്ച് നോക്കണം. ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹരിച്ച് നോക്കുക. 3624 ഹരിക്കണം 4 ചെയ്ത് നോക്കിയാൽ മതി. എത്ര തവണ? 36. 9 4 36 അവിടെ തന്നെ പോയല്ലോ. 36 0 2 പോവില്ല, 0 കിട്ടും. 24 എത്ര തവണ ടൈംസ് പോവും? 6 തവണ. 6 4 24, 906 എന്നുള്ള ആൻസർ കിട്ടും. 906 എന്നുള്ള ആൻസർ അവിടെ കിട്ടും. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ എത്രയാണ് കിട്ടുക? 0 കിട്ടുക. അപ്പോൾ അത് അത്രയും ആലോചിക്കണ്ടു. ലാസ്റ്റുള്ള 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതാണ് 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ ലാസ്റ്റുള്ള 2 ആളെ നോക്കുക. ലാസ്റ്റുള്ള 2 ആൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അവിടെ റിമൈൻഡർ 0 ആയിരിക്കും. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ ഒന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കാര്യം റെഡി ആയിട്ട് പോരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 100? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നോക്കിയേ, 3624 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടാബ് ആഡ് ചെയ്യാം. അത് 3624 ഡിവൈഡഡ് ബൈ 100 ആണ് പറഞ്ഞത്. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ 3000 പ്ലസ് 600 പ്ലസ് 20 പ്ലസ് 4 എന്നാണ് കിട്ടുക. കുറച്ചും കൂടി ലളിതമാക്കി എഴുതി കഴിഞ്ഞാൽ 3000 പ്ലസ് 600 പ്ലസ് അതേപോലെ 24 എന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിടെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, എഴുതുന്നതിൽ കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കോളൂ, ഈ 3000നെ നിങ്ങൾക്ക് 100 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഈ 0 ക്യാൻസൽ ആവും, ഉത്തരം കിട്ടും. 600നെയും നിങ്ങൾക്ക് 100 കൊണ്ട് ഹരിക്കാൻ പറ്റും. 0 ക്യാൻസൽ ആവും, ഉത്തരം കിട്ടും. പക്ഷേ 24നെ 100 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. 24നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 100 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി ആരാ വരിക? 3000നെ 100 കൊണ്ട് ഹരിക്കാൻ പറ്റും, അത് പോയി. 600നെ 100 കൊണ്ട് ഹരിക്കാൻ പറ്റും, അതും പോയി. ബാക്കി ആരാ ഉണ്ടാവുക? 24 24. അപ്പോൾ റിമൈൻഡർ ഇവിടെ എത്ര വരിക? റിമൈൻഡർ ഇസ് ഈക്വൽ ടു 24. 24 റിമൈൻഡർ. നിങ്ങൾ വേണേൽ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ
3624 ഹരിക്കണം 100 വീണ്ടും ചെയ്ത് നോക്കിയാൽ മതി. 362 എത്ര ടൈംസ് പോവും? 3 ടൈംസ് പോവും. 300 കിട്ടും. ബാക്കി 62 ബാലൻസ് 62 പോവില്ല. 4 താത്തിയിടും. 624 6 ടൈംസ് പോവും. 600 കിട്ടും. ബാലൻസ് 24. അപ്പോൾ റിമൈൻഡർ എത്രയാണ് മക്കളെ? 24 ആയിരിക്കും. ഇത് ഹരിച്ച് നോക്കിയാലും മതി. ഹരിച്ച് നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ വളരെ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ചോദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് വെച്ചോ. അത് പഠിക്കാനുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കുക. ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ, പെരിമീറ്റർ 14 സെൻറ്റിമീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലുതായിട്ട് ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഏരിയ തരും. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഏരിയ തരും. ഏരിയ പറഞ്ഞു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പെരിമീറ്ററും തന്നിട്ടുണ്ട്. എത്രയാണ്? 14 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്, വരക്കാനാണ് പറഞ്ഞത്. വരക്കണമെങ്കിൽ ലെങ്ത്തും അറിയണം, വിഡ്ത്തും അറിയണം. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഫൈൻഡിങ്സ്, ലെങ്ത്ത് കൊമ വിഡ്ത്ത്. ലെങ്ത്തും വിഡ്ത്തും നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. എങ്ങനെ ചെയ്യുക? ഇത് നോക്കിയാൽ മതി. ഓരോ ഇക്വേഷനിൽ കൊടുക്കലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി. ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത്തിൻ്റെ വിഡ്ത്താണ്. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണേ. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് 12 ആണ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത് ആണ്. അതാണ് 14 എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണേ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണേ. ഇനി ഞാനിതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ്. അതായത് ഇത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഇസ് ഈക്വൽ 2 ഇൻറ്റു എൽ പ്ലസ് ഡബ്ല്യു ആണ്. ഇവിടെ വേറൊരു ഇക്വേഷൻ കിട്ടും. ഈ എൽ പ്ലസ് ഡബ്ല്യു ഞാൻ ഇവിടെ തന്നെ വെക്കുകയാണ്. എൽ പ്ലസ് ഡബ്ല്യുവിനെ ഞാൻ ഇതേ സ്ഥലത്ത് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്താ മാറ്റി ചെയ്യുന്നത് നോക്കിക്കോളെ. ഇത് ഇത്രയേ ഉള്ളൂ. എൽ പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു 14. ഇവിടെയുള്ള ഇൻറ്റു 2 സമത്തിൻ്റെ ഇപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. അതായത് ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. അതായത് എൽ പ്ലസ് ഡബ്ല്യു 14/2 7 ആയിട്ട് മാറും. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും കൂടി കൂട്ടിയാൽ, ശ്രദ്ധിച്ചോണേ, ലെങ്ത്തും വിഡ്ത്തും കൂടി കൂട്ടിയാൽ 7 കിട്ടണം. ഇവിടെ കണ്ടോ, ലെങ്ത്തും വിഡ്ത്തും കൂടി ഗുണിച്ചാൽ 12 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കിക്കോളെ. ഒന്നും കൂടി ഞാൻ ഇവിടെ മാറ്റി തരാം. ലെങ്ത്തും വിഡ്ത്തും ഗുണിച്ചാൽ എത്ര കിട്ടണം? 12 കിട്ടണം. ലെങ്ത്തും വിഡ്ത്തും കൂടി കൂട്ടിയാൽ 7 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്ര പോലും വിഡ്ത്ത് എത്ര പോലും അങ്ങോട്ട് പറയുക. ആകെ 2 പ്രോബബിലിറ്റി മാത്രമേ അതിലുള്ളൂ. ലെങ്ത് എത്രയാകാം? നിങ്ങൾക്ക് ഏകദേശം മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. ലെങ്ത് എത്രയാകാം? 4 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് എത്രയാകാം? 3 സെൻറ്റിമീറ്റർ. നിങ്ങൾ ചെയ്ത് നോക്കിയേ. 4ഉം ചെയ്ത് നോക്കിയേ. 4ഉം 3ഉം കൂടി ഗുണിച്ചാൽ 12. ഇതാ 12 ശരിയാണ്. 4ഉം 3ഉം കൂടി കൂട്ടിയാൽ 7 ശരിയാണ്. അപ്പോൾ നിങ്ങൾ വരക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ടിനെ എങ്ങനെയാണ് ഇപ്പുറം കൊണ്ടുവന്നതെന്നായിരിക്കും പലരും ആലോചിക്കുന്നുണ്ടാവുക. നമ്മൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നതാണ്. ഇവിടെയുള്ള എൽ പ്ലസ് ഡബ്ല്യുവിൻ്റെ ടേം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം എൽ പ്ലസ് ഡബ്ല്യു എഴുതി. എന്നിട്ട് ഇവിടെയുള്ള ഗുണിക്കണം 2 സമത്തിൻ്റെ, ഇവിടെ സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ ഹരിക്കണം 2 ബൈ 2 ആയിട്ട് മാറും. അപ്പോൾ ഇൻറ്റു 2 ഇപ്പുറം വരുമ്പം ബൈ 2 ആയിട്ട് മാറി. 14 ഓൾറെഡി ഇതാ ഇവിടെ ഉണ്ട്. ആ 14 ഈ 14. അപ്പോൾ 14 ബൈ 2. 14 ബൈ 2 പറഞ്ഞാൽ 7. ഓക്കെ, ആ ഭാഗത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതെപ്പോഴും ഓർമ്മിച്ച് വെച്ചാൽ മതി. ഗുണനം സമത്തിൻ്റെ ഇപ്പുറം വരുമ്പം ഹരണമായിട്ട് മാറും. ഹരണം സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ ഗുണനായിട്ട് മാറും. കൂട്ടൽ സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ കുറക്കലായിട്ട് മാറും. കുറക്കൽ സമത്തിൻ്റെ ഇപ്പുറം കൊണ്ടുവരുമ്പം കൂട്ടലായിട്ട് മാറും. ഇത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. നമുക്ക് വലിയ ക്ലാസ്സിൽ ആവശ്യമുള്ളതാണ് ഈ ഭാഗം, ഗുണനത്തിൻ്റെയും ഹരണത്തിൻ്റെയും കാര്യം.
നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അത് അന്നേരത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. നല്ല ക്വസ്റ്റ്യൻ ആണ്, എഴുതിയെടുക്കുക, പഠിക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാനാണ് സാധ്യത വളരെയധികം കൂടുതൽ. നോക്കാം, അടുത്ത ചോദ്യം നോക്കാം. 125 ഗുണിക്കണം 8 1000 ആണ്. 125 ഗുണിക്കണം 8 സമം 1000 ആണ്. ഓക്കെ ആണല്ലോ. ചോദ്യം, ദെൻ വാട്ട് ഈസ് 125 ഗുണിക്കണം 24? 125 ഗുണിക്കണം 24 എത്രയാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിയേ, ഇവിടെ 125 നോക്കിക്കോളേ, 24 ഞാനൊന്ന് മാറ്റി എഴുതുകയാണേ. ഏതിൻ്റെ ടേമിൽ? 8ൻ്റെ ടേമിൽ. 8 × 3 എത്രയാണ്? 24 324 125 ഗുണിക്കണം 8 ഗുണിക്കണം 3 സമം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, 125 ഗുണിക്കണം 8 ഓൾറെഡി തന്നിട്ടുണ്ട്, അത് 1000 ആണ്. അപ്പം 1000 ഗുണിക്കണം, അതിൻ്റെ ഇപ്പോൾ ഒരു 3 കൂടി ഗുണിക്കണം, അത്രയേ ഉള്ളൂ. ഉത്തരം കിട്ടി 3000. എന്ത് ഭംഗിയുണ്ട്, ഇത് ശക്തം അല്ലേ? അതായത് ഇവിടെ ഓൾറെഡി 8 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. 24 കിട്ടാൻ ഇതിനെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1000നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചാൽ 3000. അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ ചെയ്യാനില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഈഫ് 900 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 300. ശ്രദ്ധിച്ചോണേ, 900 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എത്രയാണ് കൊടുത്തിരിക്കണം? 300. ഓക്കെ, ദെൻ വാട്ട് ഈസ് 900 ഡിവൈഡ് ബൈ 15? 900നെ 15 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? അപ്പോൾ നോക്കിയേ, 900 ഡിവൈഡഡ് ബൈ 15 പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. 3 കൊണ്ട് ഓൾറെഡി ഹരിച്ചിട്ടുണ്ട്, 15 കൊണ്ട് നമുക്ക് ഹരിക്കണ്ടേ. 15 എന്ന് വെച്ചാൽ 3 × 5 അല്ലേ? അപ്പോൾ ഓൾറെഡി 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞു, അത് 300 ആണ്. ഇത് ബാക്കി 5 കൂടിയുണ്ട്. അപ്പം 300നെ വീണ്ടും എത്ര കൊണ്ട് ഹരിക്കണം? 5 കൊണ്ട് ഹരിക്കണം. 300 ഹരിക്കണം 5 ചെയ്ത് നോക്കിയാൽ മതി. ഇത് ക്യാൻസൽ ചെയ്യാൻ, കുത്തിച്ചുരുക്കാൻ അറിയാത്തവർ ഇവിടെ സൈഡ് ചെയ്ത് നോക്കുക. അല്ലാത്തവർ 30ൽ 5 എത്ര ടൈംസും? 6 ടൈംസും. 5 6 30ആണ്. ഇവിടെയുള്ള 0 ബാക്കിയുണ്ട് 60. ആൻസർ എത്ര കിട്ടാം? 60 എന്ന് പറയുന്ന ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അല്ലാത്തവർ സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി, വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ചെയ്താൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. 90 ബിസ്ക്കറ്റ്സ്, എന്തൊക്കെ വായിക്കണേ, രാത്രി ഉറക്കം വന്നിട്ട് തോന്നുന്നു. 90 ബിസ്ക്കറ്റ്സ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് 15 ചിൽഡ്രൻ. 15 ആൾക്ക് വീതിച്ച് കൊടുക്കണം. ഹൗ മെനി ബിസ്ക്കറ്റ് ഷുഡ് ബി ഗിവൺ ടു ഈച്ച്? ഓരോ കുട്ടിക്കും എത്ര കിട്ടും? ടു എൻഷുവർ ദാറ്റ് ദ ഡിവിഷൻ ഈസ് ദ സെയിം. ഒരേപോലെയാണെങ്കിൽ, എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കിയേ. ആകെയുള്ളത് 90 ബിസ്ക്കറ്റ് ആണ്. ആകെയുള്ളത് 90 ബിസ്ക്കറ്റ് ആണ് എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അത് 15 കുട്ടികൾക്കാണ് വീതിച്ച് കൊടുക്കുന്നത്. 15 കുട്ടികൾക്കാണ് വീതിച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബിസ്ക്കറ്റ് ഷുഡ് ബി ഗിവൺ ടു ഈച്ച്? ഓരോരുത്തർക്കും എത്ര കൊടുക്കേണ്ടി വരും? ഭാഗ്യ 90 ആണുള്ളത്. 15 കുട്ടിക്ക് കൊടുത്താൽ എത്ര വരും എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ നോക്കുക ഓരോ കുട്ടിക്കും എത്ര ബിസ്ക്കറ്റ് കിട്ടി. ഒന്നും കൂടി പറയുന്നു, ആകെയുള്ളത് 90 ബിസ്ക്കറ്റാണ്. ആകെയുള്ളത് ഇവിടെ പറയുന്നുണ്ട്, ആകെയുള്ളത് 90 ബിസ്ക്കറ്റാണ്. ആകെയുള്ളത് 90 ബിസ്ക്കറ്റാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് 15 ചിൽഡ്രൻ. 15 കുട്ടികൾക്കാണ് വീതിച്ച് കൊടുക്കേണ്ടത്. ഹൗ മെനി ബിസ്ക്കറ്റ് ഷുഡ് ബി ഗിവൺ ടു ഈച്ച് ചൈൽഡ് ടു എൻഷുവർ ദ ഡിവിഷൻ ഈസ് ദ സെയിം? ഒരേപോലെയാണെങ്കിൽ, എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടുന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ ഡിവിഷൻ തന്നെയാണ് വരിക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര ബാക്കി വരുന്നുണ്ട് നോക്കുക. ബാക്കി വരുന്നുണ്ടെങ്കിൽ എത്രയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അത് ചെയ്തോണേ, നോട്ട് ചെയ്തോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the length of a desk is 1 meter 19 centimeter, 19 അല്ല 19, 1 മീറ്ററും 90 സെൻറ്റിമീറ്റർ. ഇതൊക്കെ ആദ്യത്തെ ചാപ്റ്റർ ആണ്, അവിടെ നിന്നൊക്കെ ചോദ്യം ഉണ്ട്, മനസ്സിലാക്കിക്കോളെ. ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ആസ് എ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്.
അപ്പം 1 മീറ്ററാണ് മെയിനായിട്ടുള്ളത്. പിന്നെയുള്ളത് 90 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റണം, മീറ്ററിലേക്ക് മാറ്റണം. എങ്ങനെയാണ് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടേക്ക് മാറ്റുക? സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 100 ആണ്. ഇതിനെ 100 കൊണ്ട് ഹരിക്കണം. എന്താ കിട്ടുക? 1 മീറ്റർ അങ്ങനെ തന്നെ ഉണ്ട്, ബാക്കി 90/100 ഉണ്ടാവും. ഇതായിരിക്കും അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ മീറ്റർ. മീറ്ററിൽ എഴുതാനാണ് പറഞ്ഞത്. ഒന്നുമില്ല, മീറ്ററിൽ എഴുതാൻ ബി ക്വസ്റ്റ്യൻ ഇവിടെ മീറ്ററിലേക്ക് മാറ്റി എഴുതണം. 190/100നെ എങ്ങനെയാണ് മാറ്റി എഴുതുക? 1.9 മീറ്റർ. അത്രേ ഉള്ളൂ. ഈ 0 എന്താ ഇപ്പോൾ ക്യാൻസൽ ആയിപ്പോൾ 90 അല്ലേ കിട്ടണേ. അപ്പോൾ 9/10 കിട്ടും. ഇവിടെ നോക്കിയാൽ മതി, 9/10 കിട്ടും. 9/10 വെച്ച് കഴിഞ്ഞാൽ 0.9 ആണ്. അപ്പോൾ 1ഉം 0.9 1.9 മീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ഉണ്ട്, ഇതിന് ടേബിൾ ഉണ്ട്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റണം. ഇനി ചിലവർക്ക് ഡൗട്ട് ഉണ്ട്, ഈ 0 കുത്തിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? കുത്തിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. 1.90 മീറ്റർ എന്ന് എഴുതിയാലും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ഇനി പറയുന്നത് ഇത് എഴുതിയാലും ഇത് രണ്ടിൽ ഏത് എഴുതിയാലും രണ്ടും ശരിയാണ്. ഇത് എഴുതിയാലും മാർക്ക് കിട്ടും, ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത എന്താണ് പറയുന്നത്? സി റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ സെൻറ്റിമീറ്റർ. ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 1.90 മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റുക? ഇൻറ്റു 100 ആണ്. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓ, എൻ്റെ മുഖം കൊണ്ട് മറഞ്ഞു പോയോ? ഇവിടെ താഴെ എഴുതാം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1.90 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡെസിമൽ ഇങ്ങോട്ടേക്കാണ്, ഈ ഭാഗത്തേക്കാണ് പോവുക. 1.90 100 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയുള്ള സീറോസ് ഇങ്ങോട്ട് മാറും അല്ലേ? 2 തവണ ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 190 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 190 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് ടേബിൾ തന്നെ പഠിക്കുക, വേറെ ഒരു രക്ഷയില്ല. നമ്മുടെ പാഠഭാഗത്തുള്ള ടേബിളാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 2 പ്രധാനപ്പെട്ട ടേബിൾസ് ഇത് ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും ഇരുന്ന് പഠിച്ചേ മതിയാവുള്ളൂ, വേറെ യാതൊരു രക്ഷയില്ല. ഈ സെൻറ്റിമീറ്റർ മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, കൺവേർഷൻസ് ഒരുപാട് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. കൺവേർഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പഠിച്ചോളാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ ആക്ടിവിറ്റി 6 നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് ലാസ്റ്റ് ഭാഗമായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ തന്നെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഉത്തരം കിട്ടും. കൂടുതൽ അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല. 420 മാറ്റി ചെയ്തിട്ടുണ്ട്. 7 × 60 ആണ്. അതിൽ ഒന്നും കൂടി മാറ്റി ചെയ്തിട്ടുണ്ട് 7 × 6 അപ്പോൾ 60 കിട്ടാൻ 6ൻ്റെ കൂടെ എത്ര ഗുണിക്കണം? 10 ഗുണിക്കണം. അപ്പോൾ ഇവിടെ എത്ര വരിക? 10. എളുപ്പമാണ്. ഇനി ഇതിനെ വീണ്ടും മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന 6നെ വീണ്ടും മാറ്റിയിട്ടുണ്ട്. നോക്കിക്കോളൂ. 7 × ഇവിടെ 10ൽ 5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ൽ 5 ഗുണിക്കണമെങ്കിൽ 2ഉം കൂടി വേണ്ടേ? 5 × 2 അല്ലേ 10. അതേപോലെ ഈ 6ൽ ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2ഉം കൂടി വേണ്ടേ? 3 × 2 അല്ലേ 6. അങ്ങനെയാണ് ഈ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. 6ന് ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? ഓരോ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഈ സ്റ്റെപ്പിൽ 60നെ മാറ്റിയിട്ട് 6 × 10 ആക്കി എഴുതി. ഈ സ്റ്റെപ്പിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലോ 2 കാര്യങ്ങൾ നടന്നു. 6നെ 3 × 2 ആക്കിയിട്ട് എഴുതി. 10നെ 2 × 5 ആക്കിയിട്ട് എഴുതി. 2 മാറ്റി എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് താഴത്തതും. നിങ്ങൾ നോക്കി, ഇവിടെ 21ആണുള്ളത്, അതിനെ മാറ്റി എഴുതിയിട്ടുണ്ട്. 21നെ മാറ്റി എഴുതിയാൽ 3 × 7 ആണ്. അതിൽ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരും കൂടി വരണം? 7ഉം കൂടി വരണം. അതിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. പീരിയോഡിക് ടേബിൾ പഠിക്കുക. പീരിയോഡിക് ടേബിൾ എന്തൊക്കെയാ പറയണ ഈശ്വരാ, ബോധമൊക്കെ പോയെന്ന് തോന്നുന്നുണ്ട് രാത്രി ക്ലാസ് എടുത്തിട്ട്.
പീരിയോഡിക് ടേബിളിൽ 8ാം ക്ലാസ് പഠിക്കും കേട്ടോ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, സോഡിയം, മാഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പഠിക്കാനുണ്ട്. മൂലകങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കും. 8ാം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിക്കും. അത് പീരിയോഡിക് ടേബിൾ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. രണ്ടും മാറിപ്പോയി. ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചവർക്ക് അറിയാം 7 × 3 21 ആണെന്ന് അറിയാം. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് 420 ഹരിക്കണം 105. നിങ്ങൾ ചെയ്തോളുക, ഞാൻ ചെയ്യുന്നില്ല. 420 ഹരിക്കണം 105. നിങ്ങൾക്ക് എത്ര കൊണ്ട് ചുരുക്കാൻ പറ്റും അത്രയും കൊണ്ട് ചുരുക്കുക. ആദ്യം നിങ്ങൾ 5 കൊണ്ട് ചുരുക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പോകും. ഇത് നിങ്ങൾ ഹോംവർക്കാണ്, എല്ലാ ഹോംവർക്കാണ്, എല്ലാം നോട്ടിലേക്ക് മാറ്റി എഴുതണം. ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ എഴുതുക, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. അതിൽ ഇത് ഹോംവർക്കായിട്ട് ചെയ്തോളുക. രണ്ടിനെയും നിങ്ങൾ മുകളിൽ താഴെ ലീസ്റ്റ് ഫോം LF ലീസ്റ്റ് ഫോം എഴുതുന്ന പഠിച്ചാണ്. മുകളിലും താഴെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും, നേരത്തെ അറിയുന്നു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തുല്യസംഖ്യയോട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീസ്റ്റ് ഫോം കിട്ടും. ആ ലീസ്റ്റ് ഫോം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്തോളാം. 420 105 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതിനെ മാറ്റി എഴുതുമ്പോൾ തന്നെ, അതായത് ഇതിനെങ്ങനെയാണ് മാറ്റി എഴുതുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുക, 420 ഹരിക്കണം 105. ഇതിന് ഏതൊക്കെ രീതിയിലാണ് മാറ്റി എഴുതാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. വളരെ എളുപ്പത്തിൽ മാറ്റി എഴുതാൻ പറ്റുന്നത് 420 42 ഗുണിക്കണം 10 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെ 105ൻ്റെ കാര്യവും പറഞ്ഞിരിക്കണം. 105ൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതിനെ 5 കൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കി. 5 കൊണ്ട് 105 വരുമ്പം എത്രയാണ് വരണേ, 105 21 വരണം. 105 അപ്പോൾ 21 ഗുണിക്കണം 5. ഓക്കെ ആയല്ലോ. ഇനി ഇവിടെ നോക്കി അടുത്ത സ്റ്റെപ്പിൽ, ഇത് ഞാൻ തന്നെ ഇപ്പോൾ ആൻസർ പറയുന്ന അവസ്ഥയാവുമല്ലോ എൻ്റെ ഇഷ്യൂ. ഇവിടെ നോക്കിയേ, 10നെ ഈ 10നെ നമുക്ക് വീണ്ടും മാറ്റി ചെയ്താലോ, 10നെ നമുക്ക് വീണ്ടും മാറ്റി ചെയ്താലോ മക്കളെ. 10നെ എങ്ങനെ മാറ്റി ചെയ്താൽ, 42 ഗുണിക്കണം 10നെ മാറ്റിയിട്ട് 5 × 2 ആക്കി എഴുതി, ഡിവൈഡഡ് ബൈ 21 ഗുണിക്കണം 5. അടുത്ത സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങ് പഠിച്ചോളൂ. 42നെ ഇനി അടുത്തത് മാറ്റുന്നത് 42നെയാണ്. 42നെ മാറ്റിയിട്ട് 2 ഗുണിക്കണം 21 ആക്കി മാറ്റി. കാരണം 42 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 21 അല്ലേ, തന്നെടോ തന്നെ. ഇൻറ്റു ഇവിടെയുള്ള 5 ഗുണിക്കണം 2, 5 ഗുണിക്കണം 2 ഹോൾ ഡിവൈഡഡ് ബൈ 21 ഗുണിക്കണം 5. അപ്പോൾ ആരൊക്കെ ക്യാൻസലായി പോകും നോക്കിയേ, ഈ 5ഉം ഈ 5ഉം ക്യാൻസലായി, 21ഉം 21ഉം ക്യാൻസലായി. പിന്നെ ആര് മാത്രമേ ബാക്കിയുള്ളൂ, ഇവിടെയുള്ള 2 ഗുണിക്കണം ഇവിടെയുള്ള 2, 2 × 2 4 ആൻസർ. അപ്പോൾ 420നെ 105 കൊണ്ട് ആൻസർ എത്ര കിട്ടുക, 4. അത് വേണേൽ സൈഡിൽ നിങ്ങൾക്ക് വേണേൽ ചെയ്ത് നോക്കാം കേട്ടോ, സ്ഥലം കൊണ്ട് ചെയ്ത് നോക്കാം. 105നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് 420 കിട്ടുന്നുണ്ട് നോക്കിയാൽ മതി. 105 ഗുണിക്കണം 4, 420ന് 0 ഇടുക, ബാക്കി 2, ബാക്കി 4 × 0 0ന് ബാക്കി എത്ര ഇടുക, 2 ബാലൻസ്, 1 4 4 420. ഓക്കെ ഗുഡ്. ഞാൻ അനക്കെന്നെ ഗുഡ് കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയണില്ല, അത് മക്കൾ ചെയ്തോളൂ. ഈ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചതാണ്, ലാസ്റ്റ് പഠിച്ച ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ് ഈ പറഞ്ഞതൊക്കെ. ഓരോ നമ്പറിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 60നെ മാറ്റിയിട്ട് 6 × 10 ആക്കുന്നുണ്ട്, അതിൽ 6നെ മാറ്റിയിട്ട് 3 × 2 ആക്കുന്നുണ്ട്, 10നെ മാറ്റിയിട്ട് 2 × 5 ആക്കുന്നുണ്ട്, 21നെ മാറ്റിയിട്ട് 3 × 7 ആക്കുന്നുണ്ട്. ഈ 42 420/105നെ നമ്മളിപ്പം ഭാഗങ്ങളാക്കി എഴുതിയില്ലേ, അതെങ്ങനെ ഭാഗങ്ങളാക്കി എഴുതിയില്ലേ, അതേപോലെ ഭാഗങ്ങളാക്കി എഴുതിയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ആ ഗുണനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ഡിവിഷനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ മൾട്ടിപ്ലിക്കേഷനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അതാണ് ആക്ടിവിറ്റി 6. നമ്മുടെ സ്വന്തം ഗ്രാഫ്, ഞാൻ പറയേണ്ട കാര്യമില്ല, ഗ്രാഫൊക്കെ ഫുൾ മാർക്ക് വാങ്ങിച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് കണ്ട എന്ത് ചെയ്യണം, ആദ്യം അതിനെ ഭംഗി നോക്കുക. എന്ത് മനോഹരമാണ് ഗ്രാഫേ, നിന്നെ കാണാൻ ഒരുപാട് നീല വർണ്ണങ്ങൾ കൊടുത്തിട്ടില്ലേ, ഒരുപാട് സംഖ്യകൾ കൊടുത്തിട്ടില്ലേ, എത്ര മനോഹരയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗ്രാഫിനെ നല്ലോണം അങ്ങ് പഠിക്കുക. ഗ്രാഫിനെ പഠിക്കുക എന്ന് വെച്ചാൽ ഗ്രാഫിനെ നോക്കുക എന്നാണ് അർത്ഥം. നോക്കാം.
താഴെ ഇത് എക്സ് ആക്സിസ് ആണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ് ആണ്. മുകളിലോട്ടുള്ളത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ മന്താണ് കൊടുത്തത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഓരോ മന്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ വൈ ആക്സിസിൽ യൂണിറ്റ്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി കറണ്ട്, വീട്ടിൽ കറണ്ട് പോയെന്നെല്ലാം പറയില്ലേ. ഓക്കെ, എത്ര യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്? യൂണിറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 0 യൂണിറ്റ് ആണ്, ഇവിടെ 50 യൂണിറ്റ്, ഇവിടെ 100 യൂണിറ്റ്, 150 യൂണിറ്റ്, 200 യൂണിറ്റ്, 250 യൂണിറ്റ്, 300 യൂണിറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഏത് മാസമാണ്? കാണുമ്പോൾ തന്നെ മനസ്സിലായത് മേലെ പോയത് ആരാ? ഏപ്രിൽ മാസം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു. എത്ര യൂണിറ്റ് ഉപയോഗിച്ചു? അതിന് മേലെ എഴുതി വെക്കുക. 250 യൂണിറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആരാണ്? ഏപ്രിൽ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് മന്ത് വാസ് ദ മിനിമം? ഏറ്റവും കുറവ് ആരാണ്? ഗ്രാഫ് വരട്ടെ. ഗ്രാഫ് ഏറ്റവും ചെറിയത് ആരാണ്? ദൈവൻ. ഏറ്റവും ചെറുത് ജൂൺ. എത്ര യൂണിറ്റ് ആണ്? നോക്കി, എത്ര യൂണിറ്റ് ആണ്? 50 യൂണിറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇൻ വിച്ച് മന്ത് ഹാസ് ദ മിനിമം? ജൂൺ. ഓക്കെ, അതും കിട്ടി. ഫുൾ മാർക്ക്, 2 മാർക്കായേ. സി ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് മന്ത് ഡിഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഒരേ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരേ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒരേ എമൗണ്ട് കൊടുത്തത് ഇവിടെ ഈ ലെയർ നോക്കി. ഈ ലെയറിൽ ഇവിടെയും തട്ടി ഇവിടെയും തട്ടി. ഒരേ ലെയറല്ലേ? അത് ആരൊക്കെയാ? മാർച്ച് അണ്ണനും മെയ് അണ്ണനും. കൊള്ളല പരിപാടി. മാർച്ചും മെയ്യും ഒരേ അളവാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണ്? ഡി. സെയിം എമൗണ്ട് ഏതാണ്? മാർച്ചും മെയ്യും. ഓക്കെ, ഡി നോക്കാം. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ എത്ര ഉപയോഗിച്ചു എന്നാണ് ചോദ്യം. ഫെബ്രുവരി ആരാ? ഇവനാണ് ഫെബ്രുവരി. എത്ര ഉപയോഗിച്ചു? വണ്ടി ഇങ്ങനെ പോട്ടെ, പോയി ഇവിടെ എത്തുന്നത്. എത്ര ഉപയോഗിച്ചു? സൈഡിലോട്ട് നോക്കിയാൽ മതി. 150 യൂണിറ്റ് ആണ് ഫെബ്രുവരിയിൽ യൂസ് ചെയ്തത്. അപ്പോൾ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ്? 150 യൂണിറ്റ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഡിഫറൻസ് പറഞ്ഞാൽ കുറക്കുക. ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജനുവരി ആൻഡ് ജൂൺ? ജനുവരിയിലും ജൂണിലും തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ജനുവരി ആദ്യം എത്രയുണ്ട് നോക്കണം. ജനുവരി ആര്? ഇവൻ. ജനുവരിയിൽ 100. ജൂണിൽ നോക്കണം. ജൂണിൽ എത്രയാണ്? ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, 50 ആണ് ജൂണിൽ. അപ്പോൾ ഇവിടെയുള്ള 100ഉം ഇവിടെയുള്ള 50 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 100 50 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 50. ഇതും മനസ്സിലാവാത്തൊരു സൈഡ് ചെയ്തോ. 100 കുറക്കണം 50. 100 50 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവുക? 50 യൂണിറ്റ് ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ ആ ഡിഫറൻസ് എത്രയായിരിക്കും മക്കളെ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജാനുവരി? എത്രയാണ്? 50 യൂണിറ്റ് ആണ്. 50 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളിൽ എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത്, എക്സാം ഹാളിൽ കയറുമ്പോൾ മുഖം എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കണം. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോഴും എങ്ങനെ തന്നെ ആയിരിക്കണം മുഖം? കുറച്ചും കൂടി നല്ലോണം സന്തോഷിച്ചിട്ട് ഇറങ്ങിക്കോളൂ അല്ലേ? സന്തോഷമില്ലേ? നിങ്ങൾ സന്തോഷിക്കുക, അതന്നെ പരിപാടി. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ എക്സാമിന് അപ്പിയർ ചെയ്യണം. നല്ല രീതിയിൽ പോർഷൻസ് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ എക്സാം എഴുതണ്ട. കാരണം എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് വരിക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ അതിശക്തമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ് അതിശക്തമായിട്ട് പഠിച്ചോണം അല്ലേ? അതിശക്തമാണ് നമ്മളെ മോട്ടോ ആണ്. അതിശക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, പഠിക്കട്ടെ, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കണം. നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കണം. അച്ഛന് വേണ്ടിയിട്ടല്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ഏട്ടന് വേണ്ടിയിട്ടല്ല. നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ് നാളെ നമ്മൾ ഏത് നിലയിൽ എത്തണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജോബും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും. ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ കൂടി നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ബേസിക് എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കറിയാലോ, ഫുൾ A+ കിട്ടിയ ആൾക്ക് പോലും 10ാം ക്ലാസ്സിൽ A+1 +2 സീറ്റ് കിട്ടണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ്.
അപ്പോൾ പഠിക്കുക, നമുക്ക് വേണ്ടി പഠിക്കുക, നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട്. നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല മനുഷ്യനായിട്ട് മാറി. എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് വെറുതെ കളിച്ച് നടക്കുന്ന ടീംസൊക്കെയാണ്. എല്ലാവരും ഫ്രണ്ട്സിനടക്കം തല്ലിക്കൊല്ലുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതൊക്കെ എന്താണ്? സ്കൂളിൽ പോയത് കൊണ്ട് കാര്യമില്ല, അതൊക്കെ നമ്മൾ ലൈഫിലോട്ട് കൊണ്ടുവരണം. നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഫോളോ ചെയ്യുക, നല്ല മക്കളായിട്ട് പഠിക്കുക, എന്നിട്ട് ശരി, ഓൾ ദ ബെസ്റ്റ്.